ഹലോ എവ്രിബഡി, അങ്ങനെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തൃപ്പൂണിത്തുറ ഹൈ സ്ട്രീറ്റ് മോളിൽ ഒരു കിഡിലൻ കിഡ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു പ്ലേ സോൺ തുടങ്ങിയിട്ടുണ്ട്, കിഡ്സ് ക്യാപിറ്റൽ. അപ്പോൾ കുറേ നാളായിട്ട് നമ്മുടെ പ്രകൃതി അവിടെ പോകാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളൊരു ദിവസം ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ഇത് കിഡ്സിന് വേണ്ടി മാത്രമാണ്, ഔട്ട്ഡോർ അല്ല ഇൻഡോർ ആണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഗെയിംസ് ഉള്ളത്, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിപാടികൾ, പിള്ളേർ എൻജോയ് ചെയ്യുമോ, വേർത്താണോ, അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ആൾക്കാർ ഇങ്ങനെ പോയിട്ട് വന്നിട്ട് അവരോടൊക്കെ നമ്മൾ ചോദിച്ചപ്പോൾ എല്ലാവരും കിഡിലിനാണെന്നൊക്കെ പറഞ്ഞ ഒരു രീതിയിലാണ് നമ്മൾ പോയത്. ഞാൻ ചെന്നപ്പോൾ തന്നെ ആംബിയൻസ് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല കളേഴ്സൊക്കെ ആയിട്ട് അടിപൊളിയാണ് സംഭവം. അപ്പോൾ അവിടെ പോകുമ്പോൾ ഒരു കാര്യം എന്താ വെച്ചാൽ സോക്സ് യൂസ് ചെയ്യണം. നമ്മൾ അഡൽട്ട്സും കിഡ്സും എല്ലാവരും നമ്മൾ ചെരുപ്പ് അകത്തേക്ക് ഇടാൻ പറ്റില്ല. ഇതുപോലെ അടിയിൽ ഗ്രിപ്പുള്ളൊരു സോക്സ് അവർ തരും. നമുക്ക് വീട്ടിൽ സോക്സ് ഉണ്ടെങ്കിൽ നമുക്കത് ഇട്ടിട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിത് അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കണം. 69 റുപ്പീസ് എന്തോ ആണ് ഒരു സോക്സിന്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. അഡൾട്ടിന് എക്സ്ട്രാ ഒരു 150 വേണം ഒരു അഡൾട്ടിന്. കുട്ടിയുടെ ഒരു അഡൾട്ടിന് ഫ്രീ ആയിട്ട് കയറാം. 499 അങ്ങനെ എന്തോ പ്രൈസാണ്. 1 മണിക്കൂറാണ് നമുക്കുള്ള സമയം. എക്സ്ട്രാ ടൈം വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അതിനൊരു 99 റുപ്പീസ് കൂടെ എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് ഈ ബോൾസിൻ്റെ ഒരു ഏരിയയിലാണ് നമ്മൾ പോയത്. ഭയങ്കര രസമാണത്. ബോൾസ് ഇങ്ങനെ ഈ ഹോൾസ് കൂടെ ഇട്ടിട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതിങ്ങനെ മുകളിൽ പോയി സ്റ്റോർ ആകും. പിന്നെ നമ്മൾക്ക് അതിങ്ങനെ മഴ പോലെ പെയ്ത് മേത്തോട്ടൊക്കെ വീടും. അപ്പോൾ പിള്ളേർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ബൂബുന് അതാട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. ബൂബു അത് ആ ഹോൾസിൽ കൂടെ ബോൾസ് ഇട്ട് കളിച്ചുകൊണ്ടേയിരുന്നു കുറേ നേരമായിട്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബൂബുവിൻ്റെ സ്ട്രോളർ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അത് എടുക്കണ്ട, ബൂബുവിനെ നമുക്ക് അവിടെ വിടാം, അവൾ പോട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ബൂബു എൻജോയ് ചെയ്യുമല്ലേ എന്നുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ, നമുക്കും എല്ലാ റൈഡ്സും, അതായത് റൈഡ്സ് അല്ല, ഈ ഗെയിമിലുള്ള എല്ലാ ഐറ്റംസിലും നമുക്കും കയറാനൊക്കെ പറ്റും. 1-2 ഐറ്റംസ് മാത്രമാണ് അഡൽട്ട്സിന് യൂസ് ചെയ്യാൻ പറ്റാത്തുള്ളൂ. ബാക്കി എല്ലാം നമുക്കും എൻജോയ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുട്ടികളുടെ കൂടെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ അവരെ പോലെയാവും. കുറേ നേരത്തേക്ക് നമ്മൾ ഫുൾ വേറൊരു ലോകത്തെത്തിയ പോലെയാണ്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇവളന്മാരെ കൊണ്ടുപോയിട്ട് അവിടെ സാധാരണ നമ്മൾ പാർക്കിലൊക്കെ പോകുമ്പോൾ ഇവരെ പുറകെ ഓടി നമ്മൾ മടുക്കും. ഇവിടെ പിന്നെ കുറേ സ്റ്റാഫുണ്ട് കേട്ടോ. സ്റ്റാഫുകൾ ഭയങ്കര കോപ്പറേറ്റീവാണ് കേട്ടോ. അവർ പിള്ളേരെ നോക്കിക്കോളും. നമുക്ക് വേണമെങ്കിൽ സൈഡിലൊക്കെ മാറി ഇരുന്നാൽ മതി. അവർ തന്നെ കുട്ടികളെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകും. നമുക്കിപ്പോൾ ബൂബു ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ആക്ച്വലി ഇവരെ പുറകെ പോയത്. പക്ഷേ ഞങ്ങൾക്ക് ബോറടിച്ചില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമുക്കും കയറാമല്ലോ. അത് കാരണം നല്ല രസമുണ്ടായിരുന്നു. പ്രകൃതി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കാരണം പ്രകൃതി ഇപ്പം നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഇതുപോലെ ഇത്രയും എന്താ പറയണ്ട ഐറ്റംസ് ഉള്ള ഒരു പ്ലേ സോൺ ഇവിടെ ഇല്ലെന്ന് തോന്നി. ഇവള് കാണുന്ന കാർട്ടൂൺസിലൊക്കെ ഫുൾ കളർഫുള്ളായിട്ടുള്ള പ്ലേ ഏരിയാസൊക്കെ കാണുമ്പോൾ പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ആഗ്രഹം. അപ്പം നമ്മുടെ ഇവിടെ പാർക്കൊക്കെ കുറച്ച് ഓപ്പൺ ഏരിയ ആണല്ലോ. അപ്പോൾ അവിടുത്തെ പാർക്സ് അവൾ കാണുന്ന കാർട്ടൂണിലുള്ള പാർക്സ് പോലെ അല്ല. അതേ ബൂബുവിൻ്റെ കയറ്റം കണ്ടോ, ബൂബുവാണ് ഞങ്ങളെ സർപ്രൈസ് ചെയ്യിച്ചതാണ്. ഞാൻ ബൂബു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ബൂബു എല്ലാ സ്ഥലത്തൂടെ കയറി ഇറങ്ങി, അവൾക്കൊരു പേടിയില്ലായിരുന്നു. അവളിങ്ങനെ പുള്ളിക്കാരിങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുമായിരുന്നു. അപ്പോൾ അതും ഭയങ്കര രസമുണ്ടായിരുന്നു. നമ്മൾ ചെറിയ കുട്ടിയുണ്ടെന്ന് പറഞ്ഞ് പറയണ്ട. പക്ഷെ കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ട് ഇറക്കി വിടാൻ ധൈര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഓക്കെ ആട്ടോ. ഞങ്ങൾ പ്രശ്നമില്ല. നമ്മളുടെ ഒരു കൺവെട്ടത്ത് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു രീതിയിൽ ആണെങ്കിൽ നമ്മൾ ഓക്കെയാണ്. ബൂബു എന്തായാലും വളരെ ഹാപ്പി ആയിരുന്നു. നമുക്കതാണല്ലോ പ്രയോറിറ്റി. നമ്മളും അവളെ ശ്രദ്ധിക്കുന്നുണ്ട്, വീഴാതെയും എല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ കുറേ അടിപൊളി സാധനങ്ങളുണ്ട് കേട്ടോ. കുറേ അഡ്വഞ്ചേഴ്സ് ആയിട്ട് ഇതുണ്ട്. ഇതൊരു ഊഞ്ഞാൽ പോലെയാണ്. പക്ഷേ ഇതിൻ്റെ അടിയിലേക്ക് വീണാലും പോലും കുഴപ്പമില്ല, പ്രോബ്ലം ഒന്നും പറ്റത്തില്ല. കുറച്ച് ചെറിയ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, എന്നാൽ ഭയങ്കര ഫണ്ണായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് പ്രകൃതിക്ക് പറ്റിയില്ല കേട്ടോ. അതിൽ തൂങ്ങി ഞാനും ഒന്ന് ശ്രമിച്ച് നോക്കി. എനിക്ക് അടുത്ത റിങ്ങിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റുന്നില്ല. കാരണം കുറച്ച് നല്ല കോർ സ്ട്രെങ്ത് ഒക്കെ വേണം. അപ്പോൾ അതൊന്നും ഇല്ലാത്തവരെ ഞാൻ അവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എന്നെക്കൊണ്ട് പറ്റും, എന്നാലും ഞാൻ വിട്ടുകൊടുത്തില്ല, പറ്റുമെന്ന് നോക്കി. പക്ഷേ ഞാൻ താഴത്തേക്ക് വീണു. പിന്നെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ അവസാനം ചേട്ടൻ പറയുന്നത് ചേട്ടൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. പക്ഷെ ചേട്ടൻ എന്തായാലും വിജയകരമായിട്ട് അങ്ങ് അറ്റം വരെ പോയി. പ്രകൃതി ഞാനും ഈ കളിയിൽ തോറ്റുപോയി. പക്ഷേ ചേട്ടൻ ജയിച്ചു. ബൂബുവിന് ഈ പറഞ്ഞ പോലെ റൈഡ്സിലൊക്കെ കയറുന്നതിനേക്കാളും സ്റ്റെപ്പുകൾ കയറി ഇറങ്ങുക എന്നുള്ളതായിരുന്നു ബൂബുവിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുൾ ഒരു അണ്ടർഗ്രൗണ്ട് പോലെയാണ്. പക്ഷെ അണ്ടർഗ്രൗണ്ട് അല്ല കേട്ടോ. ഇവിടുത്തെ എനിക്കൊരു പ്രോബ്ലം തോന്നിയെന്ന് വെച്ചാൽ മിക്കതും കുട്ടികളുടെ ഒരു ഹൈറ്റ് ലെവലായതുകൊണ്ട് നമ്മളിതിലിങ്ങനെ കുനിഞ്ഞു പോകണം. അപ്പം നമുക്ക് നല്ല നടുവേദന ഉണ്ടാവും നമുക്ക് ഈ സ്ഥലത്തൂടെയൊക്കെ പാസ് ചെയ്ത് പോകുമ്പം. അത് മാത്രമാണ് എനിക്കൊരു നെഗറ്റീവ് എന്നൊന്നുമല്ല, അത് എൻ്റെ ഒരു ഇത് എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞതാണ്. പിന്നെ കുറേ സൈക്കിളുണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഒത്തിരി ഉണ്ട്. നമ്മളിപ്പം
1 മണിക്കൂറൊന്നുമല്ല, ഞങ്ങൾ ആക്ച്വലി 2 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു. 2 മണിക്കൂർ എക്സ്ട്രാ പേയ്മെൻറ്റും കൂടെ എടുത്തിട്ട് അതാ കുറച്ച് ലാഭം. കാരണം നമ്മൾ ഓരോ പ്രാവശ്യം നമ്മളിവിടെ വരുമ്പോഴും 499 ആണെന്നാണ് എൻ്റെ വിശ്വാസം. 400 സംതിങ് ആണ് അത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഏതായാലും അത് പേ ചെയ്ത് സ്ഥിതിക്ക് എക്സ്ട്രാ എടുക്കുമ്പോൾ നമുക്കൊരു 99 റുപ്പീസ് കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് 2 അവർ എടുത്തു കഴിഞ്ഞാൽ വേർത്താണ്. പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇപ്പോൾ 2 മണിക്കൂർ പോകുന്നത് നമ്മൾ അറിയത്തില്ല. ഇത് കണ്ടില്ലേ, ബിൽഡിങ് ഉണ്ടാക്കുന്ന ഈ സംഭവമൊക്കെ ബ്രിക്ക് വാങ്ങണം എന്നൊക്കെ പ്രകൃതി എപ്പോഴും പറയും. അവൾ കാണുന്ന കാർട്ടൂൺസിലൊക്കെ ഉണ്ട് അങ്ങനെ ബിൽഡിംഗ് ബ്ലോക്സൊക്കെ. അപ്പോൾ അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സ്പേസ് ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് അവരെ കൊണ്ടുപോയിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യിപ്പിക്കാമല്ലോ. ബൂബു വീണ്ടും തിരിച്ച് ഈ സ്പേസിൽ തന്നെ വന്നു. കാരണം ബൂബുവിന് ഇതാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. എനിക്കെന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ഏരിയ ഉള്ളതൊരു നല്ലതാണ്. നമുക്ക് ഇപ്പം എല്ലാവർക്കും അഫോർഡബിൾ അല്ലെങ്കിലും വൺസ് ഇൻ എ വൈൽ ഇപ്പോൾ അവരുടെ ഒരു ബർത്ത്ഡേ വരുവാണ്, കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ വരുവാണെങ്കിൽ അപ്പോൾ അവർക്കൊരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ സ്പെഷ്യലായിട്ടൊന്ന് അവരെ കൊണ്ടുപോയിട്ട് നമുക്കിവിടേക്ക് എൻജോയ് ചെയ്യും. പിന്നെ ഇവിടെ ഒരു ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഹോള് പോലത്തെ ഒരു ഏരിയയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ബർത്ത്ഡേ പാർട്ടി നടത്താൻ ഈ ഒരു ഹോൾ പ്ലേസ് ഫുള്ള് നമുക്ക് എടുക്കാൻ പറ്റും, അതിൻ്റെ പേയ്മെൻറ്റൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ കിഡ്സ് ബർത്ത്ഡേ പാർട്ടിയൊക്കെ വെക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞതാ ഈ കാണുന്നതാണ് ബർത്ത്ഡേ പാർട്ടിക്കുള്ള ഹോള്. അപ്പോൾ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞിട്ട് കുട്ടികൾക്കൊക്കെ ഇവിടെ കളിച്ച് നടക്കാം. അപ്പോൾ അതൊക്കെ നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. എനിക്കറിയില്ല നമ്മുടെ കൊച്ചിയിൽ വേറെ സ്ഥലത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അടിപൊളിയായിരുന്നു. പ്രകൃതി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അവൾക്കാണെങ്കിൽ ഇവിടുന്ന് ഇറങ്ങണ്ട, ഓരോരോ ഐറ്റംസ് അവളുടെ കാർട്ടൂൺസിൽ കണ്ട പോലത്തുള്ള ഓരോരോ ഐറ്റംസൊക്കെ കാണുമ്പോൾ പുള്ളിക്കാരത്തേക്ക് ഇവിടുന്ന് വരണ്ട. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളൊരു വിധത്തിലാണ് ഇറക്കിയത്. ഇത് കണ്ടില്ലേ, ഇത് ബ്ലോഗ്സാണ്. ആ ബ്ലോഗ്സ് ഏത് രീതിയിലാക്കേണ്ടതെന്നുള്ളതിന് അവരൊരു പിക്ചറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് സാവധാനം ഇരുന്ന് കുട്ടികൾക്ക് ടൈം എടുത്തൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ കുറേ ഇങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. എന്നാൽ ഭയങ്കര സേഫാണ്. വീണാലും എല്ലാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരൊന്ന് വീഴുവോ തട്ടുവോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും ഇവർക്ക് അങ്ങനത്തെ ഒരു ആക്സിഡൻറ്റ്സ് വരില്ല. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, നേരെ വരുമ്പോൾ തന്നെ ഒരു ബീൻ ബാഗ് അവർ ഇട്ടേക്കുക. ഇൻ കേസ് അവർ വന്ന് വീഴുവാണെങ്കിലും ആ ബീൻ ബാഗ് ഉള്ളത് കാരണം കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇതായിരിക്കുമല്ലോ. എന്തായാലും ഞങ്ങൾക്ക് പോകാനുള്ള സമയമായി. അപ്പോൾ ലാസ്റ്റ് പ്രകൃതി അമ്മ ഒരു ലാസ്റ്റ് ടൈമും കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് കയറിയേക്കണം. അപ്പോൾ ബൂബുവിന് ഇവിടെ കയറാൻ പറ്റുന്നില്ല, എന്നാലും വിട്ടു കൊടുക്കുന്നില്ല. അവളെ മാക്സിമം ട്രൈ ചെയ്ത് ചേച്ചിയുടെ ഒപ്പം എത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആക്ച്വലി ബൂബുവിനെ ഇങ്ങനെ വിടാനൊരു പ്ലാൻ ഇല്ലാത്തതാണ് അവൾക്ക് ഉടുപ്പാണ് ഇട്ടത്. ശരിക്കും പറഞ്ഞ ഒരു പാൻറ്റോ അങ്ങനത്തെ ഒരു ഡ്രസ്സായിരുന്നു ആൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയേനായിരുന്നു. നമ്മൾ വിചാരിച്ചില്ല ബൂബു ഇങ്ങനെ ഇവിടെ എൻജോയ് ചെയ്യുമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ ഞാൻ ചെറിയൊരു ഉടുപ്പൊക്കെ ഇട്ടാണ് ഇറക്കിയത്. പക്ഷേ ബൂബു സ്കോർ ചെയ്ത് കളഞ്ഞു എന്തായാലും. അങ്ങനെ ലാസ്റ്റ് ഒന്നും കൂടെ എല്ലാത്തിലുമൊക്കെ ഒന്ന് കയറി പതിയെ ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിക്കുകയാണ്. എന്തായാലും കിടിലൻ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകണം. പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യണം. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് വന്നതെന്ന് അവരോട് പറയാനും മറക്കരുത്. കാരണം നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് അത് കണ്ടിട്ട് ആൾക്കാർ വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യമാണല്ലോ. എന്തായാലും വളരെ വിഷമത്തോടെ ആണെങ്കിലും ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങി വളരെ ഹാപ്പി ആയിട്ട്. ഞങ്ങളും ഫുൾ ടൈം അത് കളിച്ചൊക്കെ എന്നാണ് ഞങ്ങൾക്കൊരു വിഷമം അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. അങ്ങനെ എന്തായാലും കിഡ്സ് ക്യാപിറ്റലിനോട് തൽക്കാലത്തേക്ക് യാത്ര ഞങ്ങൾ പോവാണ്. ബൈ.